മാത്രല്ല നമുക്ക് ഇതിന്റെ ഇടയിൽ കൊറേ ബാധ്യതകൾ നമുക്ക് കിടക്കുന്നുണ്ട്. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. നമുക്ക് 1 ലക്ഷം എന്തായാലും വേണം ഒരു മാസം. 1 ലക്ഷത്തിന് മേലെ നമുക്കൊരു മാസം നീങ്ങും. ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോകും. സംഭവം നമുക്ക് ഷോപ്പ് ഉണ്ട്, റെന്റ് ഉണ്ട്, കല്യാണ ലോണുകളുണ്ട്. കല്യാണം ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് നടത്തിയതാണ്. അത് ശരി. ഈ കണ്ഠ കൗപീനമൊക്കെ കണ്ടാൽ വലിയ ഉദ്യോഗസ്ഥനാണെന്നേ തോന്നുന്നു. വയസ്സോടെ ഇനി അധ്വാനിച്ചു തുടങ്ങണതാണ്. ഈ കാർ അടക്കണൊക്കെ ഞാനും എന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ കാറുകളൊക്കെ തന്നെയാണത്. ഞാൻ പകുതി എമൗണ്ട് അച്ഛൻ പകുതി എമൗണ്ട് ഒക്കെ ഇട്ടിട്ടാണ് ഈ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഈ വയസ്സിൽ പിന്നെ വീട് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചെലവിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയുള്ളൂ, നമ്മളെല്ലാം വന്ന് പറയില്ല. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും രീതിയിൽ കാശിന് വേണ്ടിയിട്ട് കെഞ്ചിട്ടുണ്ട്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. 10 പൈസ പോലും കടം ചോദിച്ചിട്ട് തന്നിട്ടില്ല. പ്രസംഗത്തിനിടയ്ക്ക് 1 സെക്കൻഡ് എനിക്ക് തരുമോ? കഷ്ടപ്പെടാണ്ട് ജീവിക്കാൻ പറ്റില്ല, ജോലി ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. എവിടെയായാലും ജോലി ചെയ്യണം, നാട്ടിലായാലും ശരി പുറത്തായാലും ശരി. എവിടെയായാലും നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. അവരെ സംബന്ധിച്ചിപ്പോ ഒന്നും നോക്കാനുണ്ട്. വല്ല പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കാനോ കേറി കിടക്കാൻ വീടില്ലായ്മ അതൊന്നുമില്ലല്ലോ. ഈ മാസം കായ്ഫലം കുറവാന്നാ തോന്നുന്നേ. കായ്ഫലം അല്പം കുറഞ്ഞാലും പേട്ട് തേങ്ങ ഉണ്ടാവില്ല. ശരിയാണ്. അങ്ങനൊക്കെ പോയിട്ട് വീടുണ്ടാക്കി വരും, പറമ്പെടുത്ത് വരും അല്ലേ. പണിയെടുത്ത് ചോദിച്ചോടാ. പണിക്ക് പോകാനൊരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഇപ്പൊ നമ്മളെ മക്കൾക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അത് ഒന്നുമില്ലാണ്ട് വന്ന് കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പിന്നെ വാഴയും വെച്ചാ മതിയായിരുന്നു.